वृषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ പുതിയ ഒരധ്യായത്തിലേക്ക് നാം കടക്കുകയാണ്. തത്വമസി മഹാവാക്യം. 4 മഹാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാവാക്യമാണ് തത്വമസി. അത് നീയാകുന്നു. തത്വമസി എന്ന ഈ മഹാവാക്യം ഛന്ദോഗ്യോപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു മഹാവാക്യമാണ്. 12 കൊല്ലത്തോളം ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് ശേഷം മടങ്ങിയെത്തിയ ശ്വേതകേതു എന്ന പുത്രനോട് പിതാവായ ആരുണി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിന് മറുപടി പറയാനാവാതെ കുഴങ്ങിയ മകനോട് പിതാവ് ഉപദേശിക്കുന്നതാണ് തത്വമസി എന്ന വാക്യം. അത് നീ ആകുന്നു. തത്ത് അത്, ത്വം നീ, അസി ആകുന്നു എന്നിങ്ങനെ ഈ പദം പിരിച്ചാണ് വ്യാഖ്യാനത്തിൽ അർത്ഥം സാധാരണ പറയാറുള്ളത്. അജ്ഞാനാദി സമഷ്ടിയായുള്ള ഉപാധിയോട് കൂടിയ ചൈതന്യത്തിൽ ആധാരഭൂതവും ഉപാധിരഹിതവും പരമാത്മാവും ശുദ്ധ ചൈതന്യവുമായ ബ്രഹ്മം എന്നാണ് തത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അജ്ഞാനാദി വ്യഷ്ടിയായിരിക്കുന്ന ഉപാധിയോട് കൂടിയ ചൈതന്യത്തിന് ആധാരഭൂതവും ഉപാധിരഹിതവും ജീവാത്മാവും ശുദ്ധ ചൈതന്യവുമായ ബ്രഹ്മം എന്നാണ് ത്വം എന്ന ശബ്ദത്തിന് അർത്ഥമാക്കുന്നത്. അസി എന്നതിന് ഉപാധിരഹിതവും പരമാത്മാവും ശുദ്ധ ചൈതന്യവുമായ ബ്രഹ്മവും ഉപാധിരഹിതവും ജീവാത്മാവുമായ ശുദ്ധ ചൈതന്യമായ ബ്രഹ്മവും ഒന്നാകുന്നു എന്നർത്ഥം പറഞ്ഞിരിക്കുന്നു. ഇപ്രകാരം തത്വമസി എന്ന മഹാവാക്യത്തിന് ബ്രഹ്മവും ജീവാത്മാവും ഒന്നാകുന്നു എന്നർത്ഥം വരുന്നു. ശ്രദ്ധിക്കൂ, ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. തത്വമസി എന്ന മഹാവാക്യത്തിന് ബ്രഹ്മവും ജീവാത്മാവും ഒന്നാകുന്നു എന്നർത്ഥം വരുന്നു. മഹാവാക്യങ്ങൾ 4 ഇതേ അർത്ഥം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബ്രഹ്മവും ജീവാത്മാവും ഒന്ന് തന്നെയാകുന്നു. തത്വമസിയെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് അറിയാവുന്ന ഒരു പുസ്തകം മലയാളത്തിലുണ്ട്. സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി എന്ന പുസ്തകം. ഉപനിഷത്തുകളെ അടിസ്ഥാനമാക്കി സുകുമാർ അഴീക്കോട് രചിച്ച മലയാള ഗ്രന്ഥമാണിത്. ഇത് 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഈ കൃതിയിൽ 1-ാം ഭാഗത്ത് 6 അധ്യായങ്ങളും 2-ാം ഭാഗത്ത് 10 അധ്യായങ്ങളും 3-ാം ഭാഗത്ത് 2 അധ്യായങ്ങളുമാണ് ഉള്ളത്. ഭാരതത്തിൻ്റെ ദാർശനിക മണ്ഡലത്തിൽ ഉപനിഷത്തിനുള്ള സ്ഥാനമാണ് 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ഭാരതീയ ചിന്തയുടെ പ്രാണവായു പരന്നു കിടക്കുന്ന അക്ഷരമായ അന്തരീക്ഷമാണ് ഉപനിഷത്ത് എന്ന് ആ അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ ഹിമാലയം എന്ന പേരാണ് പ്രസ്തുത അധ്യായത്തിന് നൽകിയിരിക്കുന്നത്. എന്താണ് ഉപനിഷത്ത് എന്ന ശീർഷകം നൽകിയിട്ടുള്ള 2-ാമത്തെ അധ്യായത്തിൽ ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥഗരിമ വിവരിക്കുന്നു. വേദവും ബ്രാഹ്മണങ്ങളും എന്ന 3-ാം അധ്യായത്തിൽ വേദങ്ങൾക്കും ബ്രാഹ്മണങ്ങൾക്കും ഉപനിഷത്തുകൾക്കും തമ്മിലുള്ള ബന്ധം എന്തെന്ന് അന്വേഷിക്കുന്നു. 4-ാം അധ്യായം ആരണ്യകങ്ങളെക്കുറിച്ചിട്ടുള്ള ഭാഗമാണ്. ആരണ്യകങ്ങൾ എന്ന് തന്നെ അധ്യായത്തിന് പേര് നൽകിയിരിക്കുന്നു. 5-ാം അധ്യായത്തിൽ ഉപനിഷത്തുക്കളുടെ രചനാകാലത്തെയും അവയുടെ എണ്ണത്തെയും മറ്റും പറ്റി വിവരിക്കുന്നുണ്ട്. ഉപനിഷത്തിൻ്റെ സന്ദേശം ആണ് 6-ാം അധ്യായം. 2-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചുള്ള 10 അധ്യായങ്ങൾ
ദശോപനിഷത്തുകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. ഓരോ അധ്യായത്തിലും ഓരോ ഉപനിഷത്തുകളെക്കുറിച്ച് ചർച്ച ചെയ്തിരിക്കുന്നു. മൂന്നാമത്തേതും ഒരു ഒടുവിലത്തേതുമായ ഭാഗത്തിൽ ഒന്നാം അധ്യായത്തിൽ വിശദ ദൃഷ്ടിയിൽ ഉപനിഷത്തുകളെക്കുറിച്ചുള്ള പഠനം നടന്നിരിക്കുന്നു. രണ്ടാം അധ്യായത്തിൽ ഉപനിഷത്തുകൾക്ക് നാളെയുടെ ആത്മീയ സാമ്രാജ്യത്തിൽ ഉണ്ടായിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. തത്വമസി എന്ന ഗ്രന്ഥത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്ത് അതിനെ ആദരിച്ചിട്ടുണ്ട്. സുകുമാരക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് തത്വമസി. അതേപോലെ തന്നെ ഗുരു നിത്യചൈതന്യയും തത്വമസി എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. അതിലെ ഗുരു നിത്യചൈതന്യയുടെ തത്വമസിയാണ് കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ളത്. സൗകര്യം കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് പുസ്തകങ്ങളും എല്ലാവരും വായിക്കേണ്ടതാണ്. ഭാരതീയ ദാർശനിക സാഹിത്യത്തിലെ വിലവേറില്ലാത്ത രണ്ട് കൃതികളാണ് സുകുമാരക്കോടിൻ്റെ തത്വമസിയും അതോടൊപ്പം ഗുരു നിത്യചൈതന്യയുടെ തത്വമസിയും. നമുക്ക് കവിതയിലേക്ക് കിടക്കാം. ജീവതുര്യത്തിൽ ത്വം എന്നായ നീ ജീവനാകും, പരതുര്യത്തിൽ തത്പദം തന്നെ ആത്മാവാകും, ത്വം തത്പദങ്ങളാകും, ദ്വൈതത്തെ ഏകമാക്കും, ഒന്നാക്കും എന്നുരയ്ക്കും, അസിപദം ധരിച്ചിടൂ.